ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ ഉപബോധ മനസ്സിനെ അനുകൂലമാക്കി എടുത്തുകൊണ്ട് ഒരു ഉറക്കത്തെ നല്ല രീതിയിലാക്കി എടുക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലെ പകൽ സമയത്തുള്ള ചിന്തകൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് പകൽ സമയത്തെ ചിന്തകൾ മാത്രമല്ല, ഉറങ്ങുന്നതിന് മുമ്പുള്ള അവസാന ചിന്തകളാണ് യഥാർത്ഥത്തിൽ നമ്മളെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. പകൽ സമയത്ത് സ്വാധീനിക്കുന്നുണ്ട് ഇല്ല എന്നല്ല, അതേസമയം നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ കിടക്കുന്നത്. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ സെഷൻസ് ഒക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ചിന്തകളുമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് പറയുക, ഇല്ലെങ്കിൽ നോ എന്നൊന്ന് പറയാം. ടൈപ്പ് ചെയ്താൽ മതി. അതായത് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ആക്കിക്കൊണ്ട് അമിത ചിന്തകളിലേക്കൊന്നും പോവാതെ അനുകൂലമാകുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കുറെ ആളുകൾ ഇവിടെ യെസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു, യെസ് എന്ന് എഴുതുന്നു. അപ്പൊ എന്താണ്? നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ നമുക്ക് മാറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു, ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അപ്പൊ നമ്മുടെ ഉറങ്ങുന്നതിന് മുമ്പുള്ള അവസാന ചിന്തകൾ നമ്മളുടെ ഉപബോധ മനസ്സിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ഉറക്കത്തിന് മുമ്പ് നിങ്ങൾ മനസ്സിൽ വിതയ്ക്കുന്ന ആശയങ്ങൾ, വികാരങ്ങൾ, ചിന്തകൾ, ചിത്രങ്ങൾ, ഇതൊക്കെയും രാത്രി മുഴുവൻ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോസസ്സ് ചെയ്യും. രാത്രി മുഴുവനും സബ് കോൺഷ്യസ് മനസ്സ് പ്രോസസ്സ് ചെയ്യും. അപ്പം ഉറങ്ങുന്നതിന് മുമ്പ് നെഗറ്റീവായിട്ടുള്ളതും അനാവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? അതായിരിക്കും പ്രോസസ്സ് ചെയ്യാം. അപ്പം ഒരു ഫാക്ടറി പ്രവർത്തിക്കുന്നത് പോലെ നമ്മളുടെ ഉപബോധ മനസ്സ് രാത്രി കാലങ്ങളിൽ നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ നമുക്ക് അനുകൂലമായതാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അനുകൂലമായിട്ടുള്ള റിസൾട്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപബോധ മനസ്സിന് സാധിക്കും. അപ്പം മാത്രമല്ല, ഇത് രാവിലെ ഉണർന്നാൽ ഇതേ പ്രോസസ്സ് തന്നെ തുടരുകയാണ്. കാരണം ഇന്നലത്തെ എന്താണോ ഉള്ളിൽ പ്രോസസ്സ് നടന്നിട്ടുള്ളത്, ആ പ്രോസസ്സിന്റെ ബാക്കി പത്രമാണ് പകല് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് രാത്രിയാമങ്ങളെ ഏറ്റവും ഉജ്ജ്വലമായ രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയും അവസാനത്തെ ചിന്തകൾ നമുക്ക് ആവശ്യമുള്ളതും അനുകൂലമായിട്ടുള്ളതുമാക്കി നമ്മൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ശാന്തമായിട്ടുള്ള ഒരു മനസ്സോടുകൂടെ നമുക്ക് ഉറങ്ങാനായിട്ട് പോകണം. പേടിയോ പ്രശ്നങ്ങളോ പരാജയങ്ങളോ കുറ്റബോധങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുന്നത് നമ്മൾ ഒഴിവാക്കുക. കാരണം അതെന്താണ്? അത് ഓർത്തോണ്ട് നമ്മൾ കിടക്കുമ്പോൾ അത് റിയാലിറ്റി ആയിട്ട് മാറും. സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ യാഥാർത്ഥ്യമാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം നടത്തും. അതിന് പകരം സമാധാനത്തോടുകൂടെയും സന്തോഷത്തോടുകൂടെയും നല്ല പ്രതീക്ഷയോടുകൂടെയും വ്യക്തതയോടുകൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? കിടക്കാനായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് പലതും അനുകൂലമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? സമാധാനപൂർണമായിട്ടുള്ള സന്തോഷപൂർണമായിട്ടുള്ള ഒരു ജീവിതം. അപ്പം ഓവർ തിങ്കിങ് ഉണ്ടാവരുത് എന്ന് മാത്രമല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമാക്കി എടുക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല സംഭവങ്ങളും നമുക്ക് ജീവിതത്തിലുണ്ട്, നേടിയെടുക്കാനുള്ള പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ആ കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം? അനുകൂലമാകുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കാൻ രാത്രി സമയത്തെ നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മള് എന്താണ് ഞാൻ ചിന്തിക്കുന്നത്, എന്താണ് ഞാൻ സംസാരിക്കേണ്ടത്, എന്താണ് ഞാൻ അതായത് നമ്മൾ പ്രതികരിക്കുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് റിയലൈസ് ചെയ്യാൻ നമ്മൾ നമ്മുടെ മനസ്സുമായിട്ടൊരു ആശയവിനിമയം നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. മനസ്സുമായിട്ട് നമുക്കൊരു ആശയവിനിമയം നടത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ചിത്രത്തെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് ഉറങ്ങുന്നതിന്റെ അരമണിക്കൂർ മുമ്പ്
ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയും നമ്മുടെ മനസ്സിനെ അനുകൂലമാക്കുകയും മറ്റ് അനാവശ്യമായിട്ടുള്ള ചിന്തകളിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയെടുത്തുകൊണ്ട് ഉറങ്ങാൻ കഴിയുന്ന സമയത്ത് അവിടെ നമുക്ക് ശാന്തമായിട്ടുള്ള രീതിയിൽ ഉറങ്ങാൻ പറ്റും, അസ്വസ്ഥതകളില്ലാതെ ഉറങ്ങാൻ പറ്റും. ആത്മവിശ്വാസത്തോടു കൂടെ നമുക്ക് ആ സമയത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ശരിക്ക് ഒരു IVD ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ചിട്ട് നമ്മൾ മുമ്പ് ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങൾ എന്താണ്, നമുക്കിപ്പം നാളെ അവസാനിപ്പിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് പരിഹരിക്കപ്പെടേണ്ട എന്ത് കാര്യമാണോ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഓർത്ത് കിടക്കുകയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരിഹരിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ ആ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ആ ടെക്നിക്കിൽ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഇത്തരത്തിലുള്ള അനുകൂലമാക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഉറക്കത്തെ പോസിറ്റീവ് ആക്കിയിട്ട് നമ്മൾ മാറ്റിയെടുത്തുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒരു ഉറക്കം യാഥാർത്ഥ്യമാക്കി എടുക്കാനും പറ്റും. അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എന്താണ് നേടിയെടുക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാനും നമ്മൾ ഈ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തണം. അപ്പം ഈ ഉറക്കത്തിന് മുമ്പുള്ള അമിത ചിന്ത എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള ഒരു സംഭവമാണ്. കാരണം എന്താ, നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ കൊടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള റിസൾട്ട്സുകൾ നമുക്ക് കൊണ്ടുതരും. അതേ സമയത്ത് തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിലോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ ഓവർ തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാകും. അതേപോലെ തന്നെ ഈ ഓവർ തിങ്കിങ് കൊണ്ടുണ്ടാകുന്ന നെഗറ്റിവിറ്റി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടായി വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കിയിട്ടായിരിക്കണം നമ്മൾ ഉറങ്ങാനായിട്ട് പോവേണ്ടത്. അപ്പൊ നമുക്ക് പകലെന്ന് പറയുന്നത് പല സംഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും, പല വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. പക്ഷെ രാത്രി ആകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ശരീരത്തിനോടും മനസ്സിനോടും ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് ശാന്തമായിട്ട് ഉറങ്ങുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുത്തുകൊണ്ട് അതിന് പ്രിപ്പയർ ആയിക്കൊണ്ട് വേണം നമ്മൾ ഈ ഒരു ഉറക്കത്തിലേക്ക് നമുക്ക് പോവാനായിട്ട്. അപ്പൊ നിങ്ങളുടെ ഫാക്ടറിയെ പ്രവർത്തിപ്പിക്കാനുള്ള എല്ലാ കടിഞ്ഞാണും നിങ്ങളുടെ അടുക്കൽ തന്നെ ഉണ്ട്. അപ്പൊ രാത്രിയാകുന്ന ഈ ഒരു ഫാക്ടറിയുടെ പ്രവർത്തനം നടത്തുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള റിപ്പയറുകളൊക്കെ നടക്കുന്നതും ഈ സമയത്താണ്. അപ്പൊ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ചിന്തയോടുകൂടെ കിടക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. നെഗറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സിഗ്നലുകൾ നമ്മുടെ ശരീരത്തിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കും. അപ്പൊ ആ രീതിയിൽ വരുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും അനുകൂലമാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ഈ സമയം നമ്മുടെ ഉപബോധ മനസ്സിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നല്ല രീതിയിലേക്ക് ആക്കിയെടുക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് പറ്റുന്ന ഒരു പ്രാക്ടീസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതില് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഇത് ചെയ്യുക. അതായത് രാത്രിയിൽ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ യാഥാർത്ഥ്യമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ശീലമാണ്. അപ്പൊ അതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇന്നത്തെ ദിവസത്തെ മുഴുവനായിട്ടും റിലീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ മനസ്സിൽ പറയേണ്ട കാര്യം എന്താണ്, അതായത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. മനസ്സിൽ നിങ്ങൾ പറയുക, ഇന്നത്തെ എല്ലാ സമ്മർദ്ദങ്ങളെയും ഞാൻ വിട്ടയക്കുന്നു. ഇന്നത്തെ എല്ലാ സമ്മർദ്ദങ്ങളെയും ഞാൻ വിട്ടയക്കുന്നു. ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇന്ന് ഞാൻ സുരക്ഷിതനാണ് അല്ലെങ്കിൽ സുരക്ഷിതയാണ്. ആ രീതിയിൽ നമ്മൾ ആ ദിവസത്തിൽ നിന്നും നമ്മൾ വേർപെടുകയാണ്. അതായത് പകലിൽ നിന്നും നമ്മൾ വേർപെട്ടു രാത്രിയെ നമ്മൾ സ്വീകരിക്കാനായിട്ട് പോവാണ്. അപ്പൊ അവിടെ നമ്മൾ എന്താ പറയുന്നത്, ഇന്നത്തെ എല്ലാ സമ്മർദ്ദങ്ങളെയും ഞാൻ വിട്ടയക്കാണ്. ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ഇന്നത്തെ ദിവസം അവസാനിച്ചു, ഞാൻ സുരക്ഷിതനാണ് എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയുക. എന്നിട്ട് ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ സമ്മർദ്ദങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് നമ്മൾ അങ്ങനെയുള്ള എന്തെങ്കിലും സമ്മർദ്ദങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകുന്നതായിട്ടും നമ്മളൊന്ന് കാണുക. അപ്പൊ അവിടെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസത്തിൽ നിന്നും നമ്മൾ ഒന്ന് മാറി രാത്രിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞു. അതായത് ഇന്നത്തെ ദിവസത്തെ നമ്മൾ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫോർഗീവ് യുവർ സെൽഫ്. നിങ്ങൾക്ക് തന്നെ
എന്ത് ചെയ്യുക? നിങ്ങളോട് തന്നെ പറയാ, നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കുക. ഞാൻ പൂർണ്ണമായിട്ടും ക്ഷമിക്കുന്നു, ഞാൻ പൂർണ്ണമായിട്ടും ക്ഷമിക്കുന്നു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, എന്റെ ഭൂതകാലം ഭാവിയെ നിർണയിക്കില്ല. അതായത് പഴയകാല സംഭവങ്ങളോ പഴയകാല കാര്യങ്ങളോ എന്റെ ഭാവിയെ നിർണയിക്കുന്ന ഒന്നല്ല. അപ്പൊ അതായത് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളുടെ ആ ഒരു മാനസികമായ തലത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ എന്നോട് തന്നെ പൂർണ്ണമായിട്ടും ക്ഷമിക്കുന്നു. ചിലപ്പോ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയോ അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ട് കാണുക, തെറ്റായിട്ട് കാണുകയൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ നമ്മളോട് ആ ദിവസത്തെ കാര്യങ്ങളിൽ നമ്മൾ പൂർണ്ണമായിട്ടും ക്ഷമിക്കുകയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, എന്റെ ഭാവിയെ പഴയകാല അനുഭവങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നിർണയിക്കുന്നില്ല. അങ്ങനത്തെ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റബോധങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും വിട്ടുകളയുക. ആ ദിവസത്തെ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റബോധമോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ വിട്ടുകളയുന്നതോടുകൂടെ മനസ്സ് ഒന്നും കൂടി ശാന്തമാകും. നമ്മളോട് തന്നെയാണ്. ഇതിന് 2 മിനിറ്റ് സമയമൊക്കെ മതിയാകും. ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ വാക്കുകൾ തന്നെ ആവണമെന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ വാക്കുകൾ എന്താണോ ആ വാക്കുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പറയാം. ആ രീതിയിലുള്ള നമ്മൾ തന്നെ നമ്മൾ ഫ്രീ ആക്കി മാറ്റാം. 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. അതായത് നന്ദി പറയാനുള്ള 3 കാര്യങ്ങൾ നമ്മൾ ഓർക്കുക. നന്ദി പറയാനുള്ള 3 കാര്യങ്ങൾ. അപ്പൊ നമുക്ക് നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിന്, നമ്മുടെ ശരീരത്തിന്, നമുക്കൊരു പുതിയ ദിവസത്തെ, വരാനിരിക്കുന്ന ഒരു ദിവസത്തെ വേണ്ടിയിട്ട് കഴിഞ്ഞു പോയതിന് നന്ദി പറയുക. ആ രീതിയിൽ നമുക്ക് ജീവനോടെ നിൽക്കാൻ കഴിഞ്ഞതിന് നന്ദി പറയുക. അങ്ങനെ ഒരു 3 കാര്യത്തിന് നന്ദി പറയുക. ആ നന്ദി പറയുന്നതോടുകൂടെ നമ്മുടെ മനസ്സെന്ത് ചെയ്യും? കാമായിട്ട് മാറും. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാമാക്കി മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എന്തിനേക്കാ പോകുന്നത്? ഉറക്കത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ആ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ കാമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഏത് സമയത്തും പറയാം. പക്ഷെ ഈ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും ആ ഉറക്കത്തെ സ്വീകരിക്കാൻ, ഉറക്കത്തെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ, ഉറക്കത്തെ ഏറ്റവും പവിത്രമായ രീതിയിൽ നമുക്ക് സ്വീകരിക്കാനും അതിനനുസരിച്ച് നമ്മുടെ മനസ്സിനെ കാമാക്കി എടുക്കാനും ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യും? സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതോടുകൂടെ നമ്മുടെ മനസ്സൊന്നും കൂടെ കാമായിട്ട് മാറി. 4ാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നാളത്തേക്കുള്ള നമ്മളുടെ തീരുമാനങ്ങൾ. അതായത് നാളത്തേക്കുള്ള ഒരു ഐഡന്റിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇന്ന് രാത്രി തന്നെ നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ നാളെ ഇന്നതായി തീരും, അല്ലെങ്കിൽ നാളെ ഇന്നതൊക്കെയാണ് എനിക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ കാമായിക്കൊണ്ട്, ക്ലിയർ ആയിക്കൊണ്ട്, കോൺഫിഡൻസോടുകൂടെ, അതായത് ഡിസിപ്ലിനോടുകൂടെ, ആരോഗ്യത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഐഡന്റിറ്റിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാൻ ആത്മവിശ്വാസത്തോടുകൂടെ, ധൈര്യത്തോടുകൂടെ, നല്ല മികച്ച രീതിയിൽ, ഏറ്റവും ഉന്നതമായ രീതിയിൽ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി, ഒരു ഫ്രെയിം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. ഒരു ഫ്രെയിം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്തു? നാളെ നിങ്ങൾ ഏത് രൂപത്തിലാവണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ചിത്രം നമുക്ക് ലഭിക്കും. പോസിറ്റീവായിട്ടുള്ള ചിത്രങ്ങൾ ലഭിക്കുമ്പോൾ നാളേക്കുള്ള നല്ല ഒരു ഇമേജും കൂടെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ കിടക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ കൊടുക്കുന്നത് പ്രോസസ് ഉള്ളിൽ നടക്കുന്നുള്ളത്. അപ്പൊ നമുക്ക് ആരോഗ്യത്തോടുകൂടെ, ആത്മവിശ്വാസത്തോടുകൂടെ, അച്ചടക്കത്തോടുകൂടെ മികച്ച രീതിയിൽ സമാധാനപൂർണമായിട്ടുള്ള ഒരു ലൈഫ് നടക്കുന്നതായിട്ട് നമ്മൾ ഇമേജ് കൊടുക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് അത് സ്വീകരിക്കും. ആ ഉപബോധ മനസ്സ് അതിനാവശ്യമായിട്ടുള്ള വർക്കുകൾ ചെയ്തുകൊണ്ട് നമുക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് ഈ ഒരു രാത്രിയിൽ നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊന്ന് ഇതൊന്ന് ചെയ്തു നോക്കുക, പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇതിന്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതേസമയം നമുക്ക് 5ാമത്തെ ഒരു സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉറക്കത്തിനൊരു ഇന്റൻഷൻ കൊടുക്കുക. ഉറക്കത്തിന് മുമ്പ് നമ്മളൊരു ഇന്റൻഷൻ നമ്മുടെ മനസ്സിൽ കൊടുക്കുക. ഞാൻ എൻ്റെ മൈൻഡിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉറങ്ങുന്നു. എൻ്റെ മൈൻഡിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉറങ്ങുന്നു. എനിക്ക് എൻ്റെ ഓരോ സെല്ലിലും എന്ത് ചെയ്യുന്നു? എൻ്റെ ശരീരത്തിലെ ഓരോ സെല്ലിലും എനർജി റീസ്റ്റോർ ചെയ്യുന്നു.
അതിനു വേണ്ടിയിട്ട് ഞാൻ ഉറങ്ങുന്നു. ആ രീതിയിൽ നമുക്ക് നല്ല പവർഫുൾ ആയിട്ട് നാളത്തെ പ്രഭാതത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉറങ്ങുന്നു. ആ രീതിയിൽ നമ്മളുടെ മനസ്സിലേക്ക് ഒരു ഇന്റൻഷൻ കൊടുക്കാം. ആ ഉറക്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റൻഷൻ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അതും കൂടെ കഴിഞ്ഞ് നമ്മൾ സമാധാനത്തോടു കൂടെ ഉറങ്ങുകയാണെങ്കിൽ ആ ദിവസത്തെ ഉറക്കത്തിന് നല്ല ഒരു സുഖം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന കേവലം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള 5 സ്റ്റെപ്പുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ആ ഉറക്കത്തെ ഏറ്റവും അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള 5 കാര്യങ്ങൾ. ഞാൻ ഒന്നും കൂടെ അതൊന്ന് ആവർത്തിക്കാം. നിങ്ങൾ ലൈഫിൽ ഇത് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ തോതിലുള്ള മാറ്റം ഉറക്കത്തിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുകയും ലൈഫിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാൻ അത് സഹായിക്കും. ആദ്യം നമ്മൾ ചെയ്തത് എന്താണ്? അന്നത്തെ ദിവസത്തെ നമ്മൾ റിലീസ് ചെയ്തു. അതായത് രാത്രിയെയും പകലിനെയും നമ്മൾ മാനസികമായിട്ട് വേർതിരിച്ചു. രാത്രിയിലെ സംഘർഷങ്ങളോട് പകലുണ്ടായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളോടെ കൂടെ നമ്മൾ കിടക്കുമ്പോൾ അത് നെഗറ്റീവ് ആവും. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? രാത്രിയെയും പകലിനെയും സൈക്കോളജിക്കലി മാനസികമായിട്ട് നമ്മൾ വേർതിരിച്ചു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ നമ്മളോട് തന്നെ ഫോർഗീവ് ചെയ്തു. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ക്ഷമിച്ചു, ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടയച്ചു. അങ്ങനെ നമ്മൾ ഫോർഗീവ് ചെയ്തതോടുകൂടെ മനസ്സൊന്നും കൂടെ കാമായിട്ട് മാറി. പിന്നീട് എന്താ ചെയ്തത്? ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തു. നമ്മൾ ഈ നിമിഷത്തിലേക്ക് മാറി, നമ്മുടെ നെർവസ് സിസ്റ്റത്തെ നമ്മൾ കാമാക്കി. അന്നത്തെ ദിവസം നമുക്ക് പറയാനുള്ള ഗ്രാറ്റിറ്റ്യൂഡൊക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നാളത്തേക്ക് നമ്മൾ എങ്ങനെ ആവണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡന്റിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇന്ന രൂപത്തിലേക്ക് ആവണം. അത് മാത്രമല്ല, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? രണ്ടാമത്തെ പറഞ്ഞത് മാപ്പ് കൊടുക്കാനില്ലേ നമുക്ക്? ഫോർഗീവ്നെസ് അല്ലേ? ഫോർഗീവ്നെസ്, അതെ. 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇന്റൻഷനോട് കൂടെ ഉറങ്ങുക എന്നുള്ളതാണ്. അപ്പൊ ഞാനിപ്പോൾ ആലോചിക്കുന്നത് കാര്യം, എത്ര ആളുകൾ ഇങ്ങനെ ഉറങ്ങുന്നുണ്ടാകും? രാത്രി ആയതുകൊണ്ട് നിർബന്ധമായ സാഹചര്യത്തിൽ അങ്ങനെ വന്ന് കിടന്നുറങ്ങുന്ന ശൈലിയാണ് പല ആളുകളും ജീവിതത്തിൽ പുലർത്തി പോകുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സമയമാണ് ഈ ഉറക്കം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമുക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് ശരിക്കും യഥാർത്ഥത്തിൽ ഒരു 10 മണിക്ക് ഉറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് അത്രയും മണിക്കൂർ അനുകൂലമായ മനോഭാവത്തിൽ നിൽക്കാൻ കഴിയും. ഈ അനുകൂലമായ മനോഭാവത്തിൽ നിൽക്കാൻ കഴിയുന്നത് ആ രാത്രി മാത്രമല്ല ഗുണം, പിറ്റത്തെ പകലും അതിന്റെ ഗുണം ലഭിക്കും. ഇത് നിരന്തരമായിട്ട് ഒരാൾ ചെയ്യുകയാണെങ്കിലോ അയാളുടെ ജീവിതത്തിൽ മികച്ച രീതിയിലുള്ള ഫലങ്ങൾ അയാൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ അവരെങ്ങനെയാണ് ഉറക്കത്തെ കൺസിഡർ ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് ഈ ഒരു അറിവ് കിട്ടി, ഈ അറിവ് കിട്ടിയതിനെ നമ്മൾ ഉപയോഗപ്പെടുത്താം, നമ്മുടെ ലൈഫിന്റെ ഭാഗമാക്കിയിട്ട് ഇതിനെ നമ്മൾ മാറ്റിയെടുക്കാം. അപ്പൊ നമുക്കുള്ള മാറ്റങ്ങൾ കാണുന്ന സമയത്ത് അത് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ലൈഫിലും മറ്റുള്ള ആളുകളിലേക്കൊക്കെ ആ ഒരു മാറ്റം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, അമിതമായിട്ടുള്ള ചിന്തകൾ, ഇതൊന്നും കൊണ്ട് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് എത്രമാത്രം ക്രൂരതയാണ് ഓരോരുത്തരോടും ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ഓർത്തു നോക്കാം. ഇത്ര സുന്ദരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മത്തെ, ഇത്ര സുന്ദരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അനുകൂലമായിട്ടുള്ള മനോഭാവവും ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് ഉറക്കം കൊണ്ട് സാധിക്കും. ഞാനൊരു സ്റ്റേറ്റ്മെന്റിനെ കൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഉറങ്ങിയിട്ട് സമ്പന്നനായിട്ട് മാറാനുള്ള കാര്യങ്ങൾ വരെ ചില പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഉറങ്ങിയിട്ട് എങ്ങനെ സമ്പന്നനാവുക എന്ന് നിങ്ങൾ തോന്നും. ഉറങ്ങിയിട്ട് സമ്പന്നനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നേടിയെടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിനെ പ്രിപ്പയർ ചെയ്യിക്കുകയും മനസ്സിനാവശ്യമായിട്ടുള്ള രീതിയിൽ ഒരുക്കുകയും അതിനാവശ്യമായ രീതിയിൽ മനസ്സിനെ പാകപ്പെടുത്തി വരുന്ന സമയത്ത് അവർക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാനസികമായ തലത്തിലേക്ക് അവർ വരും. പിന്നീട് അവർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ റിസൾട്ട് ഉണ്ടാക്കുകയും അവർക്ക് പലതും അട്രാക്ട് ചെയ്യാനും വൈബ്രേഷൻ എനർജി ഉയർത്താനും ഒക്കെ ഈ ഒരു ആക്ടിവിറ്റി കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനം കൊണ്ട് നടക്കും എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് എല്ലാവരും കോംപ്രമൈസ് ചെയ്യുന്ന ഒന്ന് ഉറക്കമാണ്. എല്ലാവരും കോംപ്രമൈസ് ചെയ്യുന്ന കാര്യം ഉറക്കമാണ്. യാത്ര പോവാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്നത് ഉറക്കമാണ്. പക്ഷെ നിങ്ങൾ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ,
നിങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങളോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങളോട് നിങ്ങൾക്ക് റെസ്പെക്ട് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഉറക്കത്തെ ഒന്ന് ശാന്തമായിട്ട് അമിത ചിന്തയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ പറഞ്ഞ രൂപത്തിൽ ഉപബോധ മനസ്സിനെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ ഉറക്കത്തെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കേ. നിങ്ങളുടെ ലൈഫ് വലിയ തോതിൽ മാറ്റം വരും എന്നുള്ളതാണ്. അപ്പം ഇവിടെ കൂടുതലും മുതിർന്ന ആളുകളാണ് ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ആ പ്രായമായാലും ചെറിയ കുട്ടികളായിരുന്നാലും ഏത് പ്രായത്തിലുള്ള ആളായി കഴിഞ്ഞാലും ഈ രീതിയിൽ ഉറക്കത്തെ കൺസിഡർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ഉജ്ജ്വലമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്ലൈ ചെയ്യുക, മാറ്റങ്ങൾ കൊണ്ടുവരിക, മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിന് വലിയ രൂപത്തിൽ ഉണ്ടാകട്ടെ എന്നും കൂടെ ആശംസിക്കുന്നു. മോർ പവർ ടു യു. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. മോർ പവർ ടു യു ഓൾ.